ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്ത്, ലെറ്റർ റൈറ്റിംഗ്. ഒരു ഇൻഫോർമൽ ലെറ്ററിന് സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോഴും ഏത് ലെറ്റർ എഴുതുമ്പോഴും നമ്മൾ ഈ ഡയറി പറഞ്ഞ പോലെ തന്നെ ഒരു കോളം വരക്കണം അല്ലേ. യെസ്, കോളം വരച്ചു. അങ്ങനെയാണ് തുടങ്ങേണ്ടത് അല്ലേ. പിന്നെ അവിടെ ലെറ്ററിന് അവിടെ ഹെഡിങ് ഒന്നും വേണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഫ്രം അഡ്രസ്സ് കൊടുക്കണം. ഫ്രം അഡ്രസ്സ് വിത്തൗട്ട് നെയിം കേട്ടോ, നെയിം കൊടുക്കരുത്, അഡ്രസ്സ് മാത്രം അല്ലേ. ഹൗസ് നെയിം, പ്ലേസ് നെയിം അത് മാത്രം കൊടുത്താൽ മതി. വിത്തൗട്ട് നെയിമാണ് കേട്ടോ, നെയിം ഒരിക്കലും കൊടുക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫ്രം അഡ്രസ്സ് കഴിഞ്ഞു. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഹൗസ് നെയിം കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യാം, പ്ലേസ് നെയിമും കൊടുക്കാം. ഓക്കെ, വിത്തൗട്ട് നെയിം കൊടുക്കണ്ട, വിത്തൗട്ട് നെയിം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, ഡേറ്റ് കൊടുക്കുക. നമ്മൾ എഴുതുന്ന അന്നത്തെ ഡേറ്റ് കൊടുക്കുക. നെക്സ്റ്റ് ഡേറ്റ് കൊടുത്തു, ഫ്രം അഡ്രസ്സ്, ഡേറ്റ്, സെല്യൂട്ടേഷൻ എങ്ങനെയാണ്, ഡിയർ. ആർക്കാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് ആ ആളെയാണ് നമ്മൾ അല്ലേ. ഇപ്പോൾ ഫ്രണ്ടിനാണെങ്കിൽ ഡിയർ ഫ്രണ്ട്, കസിനെയാണെങ്കിൽ ഡിയർ കസിൻ, പിന്നെ ഞാൻ ഗ്രാൻഡ് ഫാദറിനെയോ ഗ്രാൻഡ് മദറിനെയൊക്കെ ആണെങ്കിൽ ഡിയർ ഗ്രാൻഡ് മാ അല്ലെങ്കിൽ ഡിയർ ഗ്രാൻഡ് ഫാദർ. അങ്ങനെ നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത്, ആർക്കാണോ ലെറ്റർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആളുടെ പേരവിടെ കൊടുക്കുക. ഓക്കെ, ഇത് ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റാണ് കേട്ടോ പറയുന്നത്. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള നമ്മളുടെ എന്താണ് ഫ്രണ്ട്സിനും കസിൻസിനും പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കുന്ന ലെറ്ററിനെയാണ് ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയാം. ഫോർമൽ ലെറ്റർ ആകുമ്പോൾ എങ്ങനെയാണ്, ഓഫീസേഴ്സിന്, പ്രിൻസിപ്പൾസ്, എന്താണ് ആർക്ക്, പോലീസ് ഓഫീസേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കുമ്പോൾ അത് ഫോർമലാവും, കുറച്ചും കൂടി ഫോർമാലിറ്റിയിൽ എഴുതാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഇൻഫോർമൽ ലെറ്ററിന് ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സെല്യൂട്ടേഷന് കൊടുത്തു. നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഇതും മിസ് പറഞ്ഞ പോലെ, ഡയറി പറഞ്ഞ പോലെ തന്നെ ഇതും എന്താണ്, നമുക്ക് ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലെറ്ററിനും നമുക്ക് എന്താണ് 3 പാർട്സ് ആക്കിയിട്ട് തിരിക്കാം. അതായത് ഫസ്റ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് എന്ത് കൊടുക്കാം, ബോഡി ഓഫ് ദി ലെറ്റർ. ഓക്കെ, ബോഡി ഓഫ് ദി ലെറ്റർ. ലാസ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം, കൺക്ലൂഷൻ. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റർ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പോവാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇൻട്രൊഡക്ഷൻ നോക്കൂ, ഇത് ഏത് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് പഠിച്ചിട്ട് എഴുതാം. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, സെല്യൂട്ടേഷൻ, ഡിയർ ഫ്രണ്ട്, അല്ലെങ്കിൽ ആർക്കാണോ അവരുടെ പേര് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഹോപ്പ് യു ആൻഡ് യുവർ ഫാമിലി ആർ ഡൂയിങ് വെൽ. അല്ലേ, ഞാൻ വിശ്വസിക്കുന്നു നീയും നിൻ്റെ ഫാമിലിയും സന്തോഷത്തിൽ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹാവിൻറ്റ് ഹിയർഡ് ഫ്രം യു ഫോർ എ ലോങ് ടൈം. അല്ലെ, ഒരുപാട് കാലമായി ഞാൻ നിന്നെ കണ്ടിട്ട് അല്ലെ നിന്നെ കേട്ടിട്ട് നിന്നോട് സംസാരിച്ചിട്ട്. വാട്ട് മേക്സ് യു സോ ബിസി ഡിയർ. എന്താ അത്ര ബിസി നീ അല്ലേ. വൈ ഡോണ്ട് യു ട്രൈ ടു കോൺടാക്ട് മീ. എന്താ നീ എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാത്തത്. ബൈ ദ വേ ഹൗ ആർ തിങ്സ് വിത്ത് യു. എന്തൊക്കെയായാലും അതൊക്കെ അവിടെ വീഴട്ടെ, കുഴപ്പമില്ല. എന്തൊക്കെയാണ് നിന്റെ വിശേഷങ്ങൾ, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കും. എന്തൊക്കെയാണ് നിൻ്റെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെന്താണ്, ബോഡി ഓഫ് ദി ലെറ്ററിൽ എന്താണ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് എന്താണ് ആ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ബോഡി ഓഫ് ദി ലെറ്ററിൽ കൊടുക്കേണ്ടത്. ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ കൺക്ലൂഡ് ചെയ്യണം അല്ലേ, ലെറ്ററിനെ കൺക്ലൂഡ് ചെയ്യണം. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ ദർ. അല്ലേ, എൻ്റെ റിഗാർഡ്സ് അവിടെ എല്ലായിടത്തും പറയണം. അതായത് എൻ്റെ അന്വേഷണം എല്ലാവരോടും പറയണം. ഇതൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. നമുക്ക് എന്താണ് ലെറ്ററിൽ എഴുതാം. ഹോപ്പ് യു വിൽ റിപ്ലൈ ആസ് സൂൺ ആസ് യു ഫിനിഷ് റീഡിങ് ദിസ്. നിങ്ങളിത് റീഡ് ചെയ്ത പാടന്നെ എനിക്ക് ഇതിൻ്റെ എന്താണ് ലെറ്റർ കിട്ടുമെന്ന് ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് ഹോപ്പ്, ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നു. നൗ ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ് ഹോപ്പിംഗ് ടു മീറ്റ് യു സൂൺ. നിങ്ങളെ പെട്ടെന്ന് തന്നെ കാണാം, അടുത്ത് തന്നെ കാണാൻ പറ്റട്ടെ എന്ന ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയോടെ ഞാൻ എന്ത് ചെയ്യുകയാണ്, എൻ്റെ ലെറ്റർ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്, ഞാനിവിടെ നിർത്തുകയാണ്. മേ ഗോഡ് ബ്ലെസ് യു. അല്ലേ, ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്, യുവേഴ്സ് ലവിങ്ലി. എങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട്ലി ലെറ്റർ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്ററിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക, യുവേഴ്സ് ലവിങ്ലി എന്നിട്ടൊരു കോമറ്റ് കൊടുക്കുക. ഇവിടെ സെല്യൂട്ടേഷനിലും ഡിയർ ഫ്രണ്ട് അല്ലെങ്കിൽ ഡിയർ ഡാഡ്, ഡിയർ മോം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒരു കോമറ്റ് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ കൺക്ലൂഡ് ചെയ്തതിന് ശേഷം യുവേഴ്സ് ലവിങ്ലി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കോമറ്റ് കൊടുക്കുക. സിഗ്നേച്ചർ, നെയിം കൊടുക്കുക. ഓക്കെ, ഇതാണ് ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്.